What a cool. Selfie man. Video. Hi. Hi. With the background. Divya say. Sing. Good. Super. കിടിലൻ ക്ലൈമറ്റ് ആണ് ഇവിടെ. ഇന്ന് ഇവിടെയൊക്കെ എന്താ രസം, മറ്റേനേക്കാൾ എന്തോ അടിപൊളിയാ. പിന്നെ ശ്രീകാന്ത് ബ്രോ കിട്ടിയില്ലേ? യെസ്. ഓ നല്ല മഞ്ഞ നോക്കി, കട്ട മഞ്ഞ. കിടിലൻ വഴിയാ. ഇതുപോലൊരു എക്സ്പീരിയൻസ് ലൈഫിൽ ഉണ്ടാകത്തില്ല. Himachal is awesome place I ever seen. ചെക്കന്മാരൊക്കെ കയറി പോകുന്നില്ലേ, നമ്മളെ മണ്ടയിലെത്തി. നമ്മളിപ്പോൾ ഒരു വാട്ടർഫാൾ പോവുക. കിടു പ്ലേസ് എന്നാ പറയുന്നത്. അമൽ ജോർജ്. ഇതെന്തുവാടോ? ഓക്കെ, വഴി നോക്കി, നമ്മൾ പോകുന്ന വഴി നോക്കി. കിടിലൻ വഴിയാ, മൊത്തത്തിൽ മഞ്ഞ. ഈ ഒരു എക്സ്പീരിയൻസിന് പ്രവീണെ ഇന്നലെ വെച്ച് നോക്കുമ്പോൾ എന്ത് കിടിലാണ് ഇത് അല്ലേ? ഇതുപോലുള്ള എത്ര മലയും കുന്നു വേണമെങ്കിലും കയറാം, നമ്മൾ റെഡിയാ. തെന്നും കേട്ടോ, നല്ലതാണ്. സൂക്ഷിച്ചു പോകുന്നേ. നല്ല വഴുവഴുപ്പുണ്ട്, നന്നായിട്ട് തെന്നുന്നുണ്ട്. അതായി പിള്ളേർ നടന്നു വരുന്നുണ്ടല്ലേ, താഴ്ന്ന് നടന്നു വരുന്നുണ്ടല്ലേ പിള്ളേര്. Awesome place, awesome. Okay. എടാ സൂക്ഷിച്ച് കയറിയില്ലെങ്കിൽ നോക്കിയേ, കുഴി നോക്കിയേ, അങ്ങ് കൊക്കയെ തന്നെയാ പോകുന്നത്. സൂക്ഷിച്ച് കയറിയില്ലെങ്കിൽ. പക്ഷേ സൂക്ഷിച്ച് കയറിയ ഒരു സീനും ഇല്ല. ഇതുപോലൊരു റോക്കി എക്സ്പീരിയൻസ് ഇനി നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. കേരളത്തിലൊന്നും ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. കേരളത്തിൽ ഇങ്ങനെ ഒരു കാഴ്ച. മലയോരവാസിയായ പ്രവീൺ എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. പ്രവീൺ, വയനാട്ടിൽ ഇതുപോലെ എന്തെങ്കിലും കാഴ്ചയുണ്ടോ? പ്രവീൺ, കോട മഞ്ഞാണ് വയനാട്ടിലുള്ളത്. പക്ഷേ വേറൊരു മലയോര നിവാസിയായ അമൽ പറയുന്നത് ഇതിലും മനോഹരമായ മലകൾ വയനാട്ടിലുണ്ടെങ്കിലും ഇത്രയും മഞ്ഞ് അല്ലെങ്കിൽ ഇത്രയും സ്നോഫോൾ അവിടെയൊന്നും കാണാനില്ലെന്നാണ് അമൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നന്നായിട്ട് കിതയ്ക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മുകളിലോട്ട് ചെല്ലുന്തോറും പ്രഷർ കുറഞ്ഞു വരുവാണ്. നല്ല രീതിയിൽ ശ്വസിക്കാനിപ്പോൾ കഴിയുന്നില്ല. ഓക്സിജൻ സിലിണ്ടർ അടിക്കേണ്ട അവസ്ഥ ഏതാണ്ട് എത്തിയിരിക്കുന്നു. കാരണം വെച്ചാൽ ഒട്ടും ശ്വസിക്കാൻ പറ്റുന്നില്ല നമുക്ക്. അതെ, ചിക്കന്മാരെ കയ്യിലെ പോകുന്നുണ്ട്, എല്ലാവരും കൈയെടുത്ത് കാണിക്കുന്നുണ്ട്. പ്രവീൺ നോക്കിപ്പോ, അടിപൊളി. നോക്കിയേ, ഈ കുഴിയെ നോക്കിയേ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല മഞ്ഞടിക്കുന്ന ഒരു ഏരിയ, നല്ല വെയിലടിക്കുന്നു. ഈ മണാലിൽ വന്നിട്ട് വീഡിയോ പണ്ണ വീഡിയോ ആദർശ്, പല പല മലകൾ കണ്ടിട്ടുള്ള ആദർശാണ്. കൂടെ നമ്മുടെ ബൈക്ക് മാൻ ചെക്കനാണ്. വീണ്ടും നമ്മൾ മലയിലെ മുകളിലോട്ട് കയറുകയാണ്. അവിടെ കുന്ന് നോക്കിക്കേ, നല്ല കുന്ന്. ഇതിന്റെ മണ്ടയിലാണ് വാട്ടർഫോൾ ഉള്ളത്.
ഇല്ല താഴ്വരയിലോട്ട് നോക്കിയേ, എന്ത് എന്ത് കൊക്കയാ. കേറിപ്പോ പ്രവീൺ. ഇപ്പൊ ഒരു ട്രാഫിക് ആയിട്ടുണ്ട്. പ്രവീൺ നോക്കി കയറിയില്ലെങ്കിൽ ഈ സമുദ്രനിലത്തിൽ നിന്നും ഏകദേശം ഒരു 3-3.5 കിലോമീറ്റർ, അതായത് 3500 മീറ്റർ ഉയരെയാണ് ഈ ഹിമാചൽ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ നേരെ ചൊവ്വേ നടന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ കൊക്കയിൽ വീണ് നമ്മൾ പടാവും. സോ നമ്മൾ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും അത്രയ്ക്ക് കെയർഫുള്ളായിട്ട് വെച്ചില്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് താഴെ പോകും. എങ്ങനെയുണ്ട് അനീഷ ഇത്രയും നേരം കയറിയപ്പോൾ എക്സ്പീരിയൻസ്? അടിപൊളി. നമ്മൾ ഇന്നലെ പോയ സ്നോ വാലി ആണോ ഇതാണോ നല്ലത്? ഇന്നലത്തെ സ്നോ വാലി ആണോ ഈ കുന്നുകയറ്റമാണോ നല്ലത്? തീർച്ചയായും എന്താ അമല് കുറച്ച് ഫിറ്റാണ്. രാവിലെ ഇത്രയും തണുപ്പത്ത് മല കയറാൻ ഉള്ളത് കൊണ്ട് ആശാൻ കുറച്ച് അടിച്ചിട്ടുണ്ട്. സാരമില്ല, എന്നാലും അവൻ കയറുന്നുണ്ട്. അവിടെ നോക്കിയാൽ നല്ലോണം കയറുന്നുണ്ട്. അവൻ നന്നായിട്ട് കയറുന്നില്ലേ? ഇതാ നോക്കേ, ഈ കുന്ന് മുഴുവൻ നമ്മൾ കയറിത്തീരണം. നോക്കിയേ, ഇത്രയും കുന്നുണ്ട്. എനിക്കിതപ്പോ പേടിയാവുന്നുണ്ട് കേട്ടോ. ചിലപ്പോ ഞാൻ ഈ വീഡിയോ ഓഫ് ചെയ്യും. കാരണം വെച്ചാ കൈവിട്ട് പോയി കഴിഞ്ഞാൽ താഴെ എത്തും. ചിലപ്പോ ഈ വീഡിയോ ഓഫ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ എൻ്റെ പ്യൂമ ഗ്രിപ്പ് വളരെ കുറഞ്ഞ സാധനമാണ്. അങ്ങനെ സുരക്ഷിതമായിട്ട് എത്തി. എന്താണ് അനുഭവം? ഇത്രയും കയറിയപ്പോൾ എൻ്റെ അനുഭവം എന്താണ്? ക്ഷീണിച്ചു. പലരും ക്ഷീണിച്ച കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്നാലും കരോളിനും കോട്ടയം അച്ചായന്മാരെല്ലാം നല്ല കിടിലായിട്ട് കയറി പോവുകയാണ്. അതാ എല്ലാവരും ഒന്ന് തളർന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. നോക്കിയേ, ഓൾമോസ്റ്റ് എല്ലാ പേരും ഗൂഗിളി തളർന്നോ? നീ തളർന്നോ? അല്ല, ഗൂഗിളി ഒരിക്കലും തളരില്ല. സൂക്ഷിച്ച് കയറുക. ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും നല്ല രീതിയിൽ സൂക്ഷിക്കുക. നമ്മളിതാ കഠിനമായ വഴിയിൽ കൂടിയാണ്. നോക്കിയ കുത്തനെയുള്ള കയറ്റമാണിത്. കുത്തനെയുള്ള ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ 100ഓളം അടിക്ക് താഴെയാണ് പതിക്കുന്നത്. നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അവിടെ ചെറിയൊരു വാട്ടർഫോൾ നമുക്ക് കാണാൻ സാധിക്കും. ബ്ലോക്കാണ് മാൻ, ബ്ലോക്കാ. അതാ അച്ചായന്മാരെല്ലാം തളർന്നു. മലയോര നിവാസികളെല്ലാം വെയിറ്റ് ചെയ്യുകയാണ്. അത് തന്നെ, എല്ലാവരും തളർന്നിട്ടുണ്ട്. പക്ഷെ ആരും സമ്മതിക്കില്ല ഞാൻ തളർന്നു എന്ന്. മുന്നിൽ കയറി പോകുന്നത് റിസ്ക് ആണ്. പ്രവീൺ ഭായ് നോക്കിയേ, പോട്ടെ. അതാ ഇനി റിസ്ക് കൂടി വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. കാരണം വെച്ചാൽ എനിക്ക് എൻ്റെ ലൈഫാണ് വലുത്. നോക്കിയേ, ആ കുന്നിൻ്റെ മുകളിൽ നോക്കിയേ, കാണുന്നില്ലേ? അതിൻ്റെ മുകളിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. അത്രയും മണ്ടയിലാണ് വാട്ടർഫോൾ ഉള്ളത്. തണുപ്പ് ഇപ്പൊ ഏകദേശം 9 ഡിഗ്രിയാണ് ഇവിടുത്തെ സെൽഷ്യസ്. 9. എല്ലാവരും ഞാൻ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുകയാണ്. കാരണം വെച്ചാൽ എല്ലാവരും തെന്നി വീഴുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. അമൽജി വളരെ ശ്രദ്ധ.
ഓക്കെ, അതാ ഗേൾസിൽ കയറാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്നാലും അതെ, ഒട്ടും ഗ്രിപ്പില്ല. അതെ, ഭയങ്കര കെയർഫുൾ ആയിട്ടാണ് നടക്കുന്നത്. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കൊക്കയാണ്. എല്ലാവരും ഉണ്ട്. അതെ, ഞാനൊന്ന് സ്ലിപ്പായി. എന്നാലും ഞാൻ ഒന്ന് നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. അയ്യോ, വീണ്ടും സ്ലിപ്പായി. ഇത് വളരെ റിസ്ക് പിടിച്ച പണിയാണ്. പക്ഷേ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു അമേസിങ് ട്രിപ്പിൻ്റെ ആ ഒരു സുഖം കിട്ടണമെങ്കിൽ ഇതുപോലൊരു വീഡിയോ കൂടെ മാത്രമേ നമുക്ക് അത് സാധിക്കുള്ളൂ. പ്രവീണേ, വാ മോനെ. അതായത് കാല് ഒന്ന് സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ മഞ്ഞിൽ നല്ല രീതിയിൽ ഒന്ന് കാല് ഉറപ്പിച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. അതാ മണാലിയിൽ വന്നിട്ട് ഫസ്റ്റ് ഞാൻ വിയർത്തിരിക്കുന്നു. മണാലിയിൽ വന്നിട്ട് ഫസ്റ്റ് ഞാൻ വിയർത്തിരിക്കുന്നു. മണാലിയിൽ വന്നിട്ട് ഫസ്റ്റ് ഞാൻ വിയർത്തിരിക്കുന്നു. പതുക്കെ പോയാ മതി, പതുക്കെ പോയാ മതി, പതുക്കെ പോയാ മതി. ഒന്ന് സ്ലോ ചെയ്യേണ്ടതാണ്. ഇവിടെ കേറാൻ വലിയ ബുദ്ധിമുട്ടാ. ഒന്ന് സ്ലോ ഡൗൺ. കേറണ്ട, ഒന്ന് വെയിറ്റ് ചെയ്യോ. കേറാൻ വളരെ ബുദ്ധിമുട്ടാണ്. കേറാൻ ഭയങ്കര പാടാ. നമ്മളെ എന്തെങ്കിലുമൊക്കെ പറ. നമ്മള് ഒന്ന് പാസ് ചെയ്യുക വീഡിയോ. നമ്മൾ വീണ്ടും യാത്ര തുടങ്ങുന്നു. കട്ടയ്ക്ക് വിയർക്കുകയാണ് ഇപ്പോൾ. ചൂടും തണുപ്പും കൂടെ ഉള്ള ഒരു ഫീലിംഗ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്ര മനോഹരമായ ഒരു ഫീലിംഗ് ആണ് അനുഭവപ്പെടുന്നത്. ചൂടും തണുപ്പും ഒരുപോലെ അനുഭവപ്പെടുന്നു. ഓക്കെ, ഈ കുന്ന് കയറുമ്പോ എല്ലാവരും സൂക്ഷിച്ച് കയറുക. അത്ര പാടാ. ഇതിലെയോ? ഈ വഴി കുറച്ചുകൂടെ എളുപ്പമാണ് കേട്ടോ. ഇപ്പൊ വരുന്ന വഴി കുറച്ചുകൂടെ എളുപ്പമാ. അയ്യോ, ഈ മഞ്ഞില്ലാണ്ട് നടക്ക്. അയ്യോ, അറിയാണ്ട് കേറിപ്പോയി. എടാ കേപ്പി, ഒന്ന് രക്ഷിക്കടാ. കർത്താവേ, എല്ലാരും സൂക്ഷിച്ച് കയറുക. PK, ഒന്ന് വെയിറ്റ് ചെയ്യൂ.